ഇന്ന് ഞാനിവിടെ മോത്തിച്ചൂർ ലഡുവാണ് ഉണ്ടാക്കുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. 1 കപ്പ് കടലമാവ് എടുക്കുക, അതിന് നല്ലപോലെ അരിച്ചെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ട പാടിലയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഏകദേശം എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഇതുപോലെയുള്ള നോസിലുള്ള ബോട്ടിലാണ് അടച്ചു വെച്ചിട്ട് സ്ക്വീസ് ചെയ്യുന്നത് കേട്ടോ. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ സ്ക്വീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി കുട്ടി പേൾ വലിപ്പം, ചെറിയ പേളിൻ്റെ വലിപ്പത്തിലുള്ള ബൂന്തി കിട്ടും. അത് ഇതുപോലെ കോരി മാറ്റി വെക്കുക കേട്ടോ. ആ കിരിയിരിപ്പ് മാറുന്നവരെ വറക്കണം, എന്നിട്ട് വേണം കോരിയെടുക്കുക. ഇതുപോലെ എല്ലാ ബൂന്തിയും പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. തണുക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇതിലേക്ക് ആ മോത്തിച്ചൂർ ലഡുവിൻ്റെ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയും 1 ടേബിൾ സ്പൂൺ ഗീയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ആ ബൂന്തിയെല്ലാം ഒന്ന് ഷുഗറിൽ കിടന്ന് നല്ലപോലെ സോക്കാവണം. ഇതിലേക്ക് ഞാൻ കാഷ്നട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ സോക്കായി ചെറു ചൂടോടുകൂടി നമുക്ക് ഇതുപോലെ ഉരുള പിടിച്ച് വെക്കാം. നമ്മളുടെ മോത്തിച്ചൂർ ലഡു റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ.